ഹായ്, എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ കൂട്ടുപലിശ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. മുൻവർഷ ചോദ്യങ്ങളിലൂടെയാണ് ഇത്തവണയും നമ്മൾ കൂട്ടുപലിശ പഠിക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ കവർ ചെയ്ത ടോപ്പിക്കുകളിലെല്ലാം പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. ഓരോ ടോപ്പിക്കുകളായിട്ട് നമ്മൾ കവർ ചെയ്ത് വരുവാണ്. എൻ്റെ ഒപ്പം കൂടിക്കോണം. ഫുൾ ടോപ്പിക്കുകളുടെ മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ കവർ ചെയ്യും. ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ മിസ്സായി പോവാതിരിക്കാൻ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ക്യാപിറ്റൽ ലെറ്ററിൽ ജോസ് കാപ്പൻ എന്ന് സെർച്ച് ചെയ്ത് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ വഴി ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്ത് കയറാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് കൂട്ടുപലിശയിൽ പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മക്കളെ, ആദ്യം ഒരു 3 ചോദ്യം ആൻസർ മാർക്ക് ചെയ്യാതെ ഇടത് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതേ ചോദ്യം ആൻസർ മാർക്ക് ചെയ്ത് വലത് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ കാണേണ്ട ആവശ്യമില്ല. ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ എക്സ്പ്ലനേഷൻസ് വൃത്തിയായിട്ട് കണ്ട് മനസ്സിലാക്കുക കേട്ടോ. ഇനി ഒരു 2 ചോദ്യവും കൂടെ ഉണ്ട്. അങ്ങനെ ആകെ 5 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്താലോ? ശരി. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരാൾ 1000 രൂപ 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് കൂട്ടുപലിശ ഇനത്തിൽ ബാങ്കിൽ നിക്ഷേപിച്ചാൽ വർഷാവസാനം ലഭിക്കുന്ന തുക എത്ര? കൂട്ടുപലിശ എത്ര എന്നല്ല, ആകെ എത്ര തിരിച്ചു കിട്ടുന്ന ചോദ്യം. ഓക്കെ, 1000 രൂപയാണ് അയാൾ നിക്ഷേപിച്ചത്. 10% പലിശ നിരക്ക്. 2 വർഷം കൊണ്ട് എത്ര രൂപ കിട്ടും എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാ? 1 to 1 എന്ന് പറഞ്ഞ മെത്തേഡാണ് അല്ലേ? നമുക്കത് തന്നെ യൂസ് ചെയ്യാം. 1 to 1 എന്ന് എഴുതി, 1ൻ്റെ താഴേക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് എഴുതി 1000. പലിശ നിരക്ക് 10% ആയതുകൊണ്ട് ഈ 1000ൻ്റെ 10% 2ൻ്റെ താഴേക്ക് എഴുതി, അത് 100 ആണ്. അതിൻ്റെ 10% വീണ്ടും 1ൻ്റെ താഴേക്ക് എഴുതി, അത് 10 ആണ്. ശരിയല്ലേ? ഇനി താഴേക്ക് ഗുണിക്കണം. 1 × 1000 1000 ആണ്. 2 × 100 200 ആണ്. 1 × 10 10 ആണ് അല്ലേ മക്കളെ? ഇനി താഴെ കിടക്കുന്നത് എല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് ആകെ തിരിച്ച് കിട്ടുന്ന എമൗണ്ട് എത്രയാണെന്ന് കിട്ടുന്നത്. ഇത് മാത്രം കൂട്ടിയാൽ കൂട്ടുപലിശയായിട്ട് എത്ര കിട്ടുമെന്ന് മനസ്സിലാക്കാം അല്ലേ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് കൂട്ടുപലിശ എത്ര വേണമെന്നല്ല, ആകെ എത്ര വേണം എന്നാണ്. ആകെ എത്ര തിരിച്ച് കിട്ടും എന്നാണ്. അപ്പോൾ താഴെ കിടക്കുന്ന എല്ലാം കൂടെ കൂട്ടണം. 1000 + 200 + 10 മക്കളെ 1210 ആണ് നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? ശരി. ഇനി ഞാൻ ഇതിന് ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡും കൂടെ പറയാം. നമുക്കിനി ഉപകാരപ്പെടും മുന്നോട്ട് ചെയ്യുമ്പം. ഇവിടെ 1000 രൂപയാണ് പ്രിൻസിപ്പൽ എമൗണ്ട്. പലിശ നിരക്ക് 10% ആണെന്നും 2 വർഷത്തേനാണ് നിക്ഷേപിച്ചത് എന്നും അറിയാം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ വർഷം കിട്ടുന്ന പലിശ എത്രയാ? 1000 രൂപയുടെ 10% പലിശ ആദ്യത്തെ വർഷം കിട്ടും. സംശയമൊന്നുമില്ലല്ലോ. അതായത് 100 രൂപയാണ് ആദ്യത്തെ വർഷം കിട്ടുന്ന പലിശ. രണ്ടാമത്തെ വർഷം കിട്ടുന്ന പലിശ എങ്ങനെ കണ്ടുപിടിക്കും? സാധാരണഗതിയിൽ മുതലിനോടൊപ്പം പലിശ കൂട്ടി അതിൻ്റെ പലിശ കാണണം. ഞാനിവിടെ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ആദ്യത്തെ വർഷത്തെ പലിശ 100 രൂപയല്ലേ മക്കളെ? ഇതിൻ്റെ 10% കണ്ടുപിടിച്ചു. 100 രൂപയുടെ 10% 10 രൂപയാണ്. ഇത് ഈ 100ൻ്റെ കൂടെ കൂട്ടി എഴുതി 110 രൂപ. ഇതാണ് മക്കളെ രണ്ടാമത്തെ വർഷം കിട്ടുന്ന പലിശ. അപ്പോൾ രണ്ടാമത്തെ വർഷത്തെ പലിശ ഞാൻ എങ്ങനെയാണ് കണ്ടേ? ആദ്യത്തെ വർഷത്തെ പലിശ 100 രൂപ. രണ്ടാമത്തെ വർഷത്തെ പലിശ കാണാൻ 100ൻ്റെ 10% കണ്ടുപിടിച്ചു, അത് 10 രൂപയാണ്. അത് 100ൻ്റെ കൂടെ കൂട്ടി എഴുതി, അപ്പോൾ 110 രൂപ. അപ്പോൾ 2 വർഷം കൊണ്ട് ആകെ കിട്ടുന്നത് 210 രൂപയാണ് പലിശ. ആകെ എത്ര തിരിച്ച് കിട്ടുന്നല്ലേ? അപ്പോൾ മുതൽ + 210 1210 ആണ് ഉത്തരം. ഈ മെത്തേഡും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണേ. നമുക്കിനി മുന്നോട്ട് ഇത് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം. ആദ്യത്തെ വർഷത്തെ പലിശ 1000ൻ്റെ 10% 100 രൂപ. നിങ്ങൾക്കൊരു സംശയമില്ല. രണ്ടാമത്തെ വർഷത്തെ പലിശ കാണാൻ ഞാൻ ചെയ്തത് 100ൻ്റെ 10% കണ്ടു. ഇവിടെ പലിശ നിരക്ക് 10% ആയതുകൊണ്ടാണ് അത് 10 രൂപ എന്ന് കിട്ടി. അത് 100ൻ്റെ കൂടെ കൂട്ടി എഴുതി, അപ്പം 110 കിട്ടും. ഇതാണ് രണ്ടാമത്തെ വർഷത്തെ പലിശ. 2 വർഷം കൊണ്ട് ആകെ കിട്ടുന്നത് 210 രൂപ. അപ്പോൾ തിരിച്ച് കിട്ടുന്നത് മുതൽ + 210 1210 രൂപ. ഓക്കെ അല്ലേ മക്കളെ? ശരി. അടുത്ത ചോദ്യം, കിരൺ ഒരു സ്വകാര്യ സാമ്പത്തിക സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു.
അദ്ദേഹം 12% വാർഷിക പലിശ നിരക്കിൽ 50,000 രൂപ അർദ്ധവാർഷിക കാലയളവിൽ നിക്ഷേപിച്ചു. ഒരു വർഷത്തിന് ശേഷം തിരികെ ലഭിക്കുന്ന തുക. അപ്പോൾ ഇവിടെ അർദ്ധവാർഷികമായിട്ടാണ് നിക്ഷേപിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വർഷം കഴിയുമ്പം എത്ര രൂപ തിരിച്ചു കിട്ടും എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? ഓക്കെ, നമുക്കറിയാം ഇവിടെ നമുക്ക് ഏത് മെത്തേഡ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചേക്കുന്ന 1-to-1 മെത്തേഡ് യൂസ് ചെയ്യാം. ആണോ? ഒരു വർഷത്തിനുള്ളിൽ അർദ്ധവാർഷികമായതുകൊണ്ട് 2 തവണ പലിശ കണക്കാക്കേണ്ടി വരും അല്ലേ? ഇനി അർദ്ധവാർഷികമായതുകൊണ്ട് പലിശ നിരക്കിൻ്റെ പകുതി എടുത്തേ കണക്ക് ചെയ്യാവുള്ളൂ എന്നും നമുക്കറിയാം. അപ്പോൾ 12% പലിശ നിരക്ക് തന്നേക്കുന്നത്. കണക്ക് ചെയ്യുമ്പോൾ എടുക്കേണ്ടത് എത്രയാണ്? 6%. മറക്കരുത്, അർദ്ധവാർഷികം തരുമ്പം തന്നിരിക്കുന്ന പലിശ നിരക്കിൻ്റെ പകുതി എടുത്ത് വേണം കണക്ക് ചെയ്യാൻ. അപ്പം 12% എന്ന് തന്നാൽ നമ്മൾ എടുക്കേണ്ടത് എത്രയാണ്? 6%. അർദ്ധവാർഷികമായതുകൊണ്ട് അല്ലേ? ഇനി പ്രിൻസിപ്പൽ എമൗണ്ട് 50,000 ആണെന്ന് നമുക്കറിയാം. ഒരു വർഷത്തിനുള്ളിൽ 2 തവണ കണക്കാക്കേണ്ടി വരും, അതുകൊണ്ടാണ് 1-to-1 യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നിൻ്റെ താഴേക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടുള്ള 50,000 ഞാൻ എഴുതി അല്ലേ മക്കളെ? അതിൻ്റെ 6% വേണം 2ൻ്റെ താഴേക്ക് എഴുതാൻ, കാരണം പലിശ നിരക്ക് 6% എടുക്കാവുള്ളൂ. ഓക്കെ, 6% മനക്കണക്കായിട്ട് കാണാം. 1% 500 അപ്പോൾ 6%, 6×5 30, 3000 ശരിയാണോ മക്കളെ? 3000. ഓക്കെ, ഇനി അതിൻ്റെ 6% വേണം ഈ ഒന്നിൻ്റെ താഴേക്ക് എഴുതാൻ. 3000ൻ്റെ 6% കാണാം. 1% 30, 6% 18,180 അല്ലേ മക്കളെ? ആണ്. താഴേക്ക് ഗുണിക്കണം. 50,000 ആണോ? ഇത് 6,000. യെസ്, ഇത് 180. ആകെ തിരിച്ചു കിട്ടുന്ന എമൗണ്ട് കാണാൻ താഴെ കിടക്കുന്ന എല്ലാം കൂടെ കൂട്ടണം അല്ലേ? ആണോ? സോ 50,000 അല്ലേ 56,180 എന്ന് കിട്ടും. ആണോ? ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഒരു വർഷത്തിന് ശേഷം കിരണിന് തിരികെ ലഭിക്കുന്ന തുക എത്ര എന്നല്ലേ ചോദ്യം. അപ്പോൾ ആകെ തിരിച്ചു കിട്ടുന്നത് കൂട്ടുപലിശ മാത്രമല്ല വേണ്ടത്. കൂട്ടുപലിശ മാത്രമാണെങ്കിൽ 6,180. ആകെ തിരിച്ചു കിട്ടുന്നത് 50,000 പ്ലസ് 6,000 പ്ലസ് 180, 56,180 രൂപയാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അപ്പോൾ അർദ്ധവാർഷികം എന്ന് പറയുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പലിശ നിരക്കിൻ്റെ പകുതി എടുത്തേ കണക്ക് ചെയ്യാവുള്ളൂ. 12% തന്നാൽ കണക്ക് ചെയ്യുമ്പോൾ എടുക്കേണ്ടത് 6%. മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള നല്ല ചോദ്യമാണ്. ഒരാൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന തുക പകുതി വീതം 2 ബാങ്കുകളായി നിക്ഷേപിച്ചു. അപ്പം ഒരു ബാങ്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കണക്കാക്കുന്ന ബാങ്കാണ്, രണ്ടാമത്തെ ബാങ്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കുന്ന ബാങ്കാണ്. ഓക്കെ, ഒന്നാമത്തെ ബാങ്കിൽ സാധാരണ പലിശ നിരക്കിലും രണ്ടാമത്തെ ബാങ്കിൽ കൂട്ടുപലിശ നിരക്കിലുമാണ് നിക്ഷേപിച്ചത്. 2 വർഷത്തിന് ശേഷം പലിശ നോക്കിയപ്പോൾ ആദ്യത്തെ ബാങ്കിൽ 600 രൂപ കിട്ടി. ആദ്യത്തെ ബാങ്ക് സാധാരണ പലിശ കണക്കാക്കുന്ന ബാങ്കല്ലേ? 2 വർഷം കൊണ്ട് 600 രൂപ കിട്ടിയെങ്കിൽ ആദ്യത്തെ വർഷം 300 രൂപ കിട്ടിക്കാണും, രണ്ടാമത്തെ വർഷം 300 രൂപ കിട്ടിക്കാണും. അങ്ങനെയാണ് 2 വർഷം കൊണ്ട് 600 രൂപയായത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ബാങ്കിൽ 618 രൂപ കിട്ടി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വർഷം 300 തന്നെ കിട്ടും, രണ്ടാമത്തെ വർഷം 318 കിട്ടും. അങ്ങനെയാണ് 2 വർഷം കൊണ്ട് 618 രൂപയാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു സംശയം, സാർ എങ്ങനെയാണ് ആദ്യത്തെ വർഷം 300 എന്ന് എഴുതിയത് അല്ലേ? നിങ്ങൾ ഓർക്കുക, ആദ്യ വർഷം കിട്ടുന്ന സാധാരണ പലിശയും ആദ്യ വർഷം കിട്ടുന്ന കൂട്ടുപലിശയും എപ്പോഴും സെയിം ആയിരിക്കും മക്കളെ. ഇവിടെ ആദ്യ വർഷം സാധാരണ പലിശ 300 ആണെങ്കിൽ ആദ്യ വർഷം കിട്ടുന്ന കൂട്ടുപലിശയും 300 ആയിരിക്കും. രണ്ടാമത്തെ വർഷം തൊട്ടാണ് കൂട്ടുപലിശയ്ക്ക് കൂടുതൽ പലിശ കിട്ടിത്തുടങ്ങുന്നത്. അപ്പോൾ ആകെ 600 രൂപ സാധാരണ പലിശ കിട്ടിയെന്ന് പറഞ്ഞാൽ 300 രൂപ ആദ്യത്തെ വർഷം, 300 രൂപ രണ്ടാമത്തെ വർഷം. കാരണം സാധാരണ പലിശ നിരക്ക് എല്ലാ വർഷവും ഒരേ പലിശയായിരിക്കുമല്ലോ. ഓക്കെ, ഇനി 618 രൂപ 2 വർഷം കൊണ്ട് കൂട്ടുപലിശ കിട്ടിയെന്ന് പറഞ്ഞാൽ ആദ്യത്തെ വർഷം 300 രൂപയും രണ്ടാമത്തെ വർഷം 318 രൂപയാണ്. അതിൽ നിന്ന് നമുക്ക് വേറൊരു കാര്യവും കൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യത്തെ വർഷം 300ഉം രണ്ടാമത്തെ വർഷം 318ഉം ആണ് പലിശ കിട്ടിയെങ്കിൽ പലിശ നിരക്ക് കാണാൻ പറ്റും. പലിശ നിരക്ക് കാണാൻ നമുക്കറിയാം 18 രൂപയല്ലേ കൂടുതൽ കിട്ടിയത്. അത് 300 രൂപയുടെ എത്ര ശതമാനമാണെന്ന് നോക്കിയാൽ മതി. 18/300 × 100 എന്ന് കിട്ടും. നമുക്ക് 6% അവിടുത്തെ പലിശ നിരക്ക് എന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ വർഷം 300, അടുത്ത വർഷം 318 ആണെങ്കിൽ മക്കളെ 18 രൂപയാണ് കൂടുതൽ വന്നത് അല്ലേ? അപ്പോൾ ആ 18 രൂപ 300 രൂപയുടെ എത്ര ശതമാനം എന്ന് നോക്കുന്നതായിരിക്കും പലിശ നിരക്ക്. 18/300 × 100 6% എന്ന് കിട്ടിയേ.
ഇനി ചോദ്യം ബാക്കി വായിക്കാം. 2 ബാങ്കുകളിൽ നിന്നും 3 വർഷം കഴിയുമ്പോൾ അദ്ദേഹം പലിശ പിൻവലിച്ചാൽ പലിശ ഇനത്തിൽ വരുന്ന വ്യത്യാസം എത്രയാണ്? 2 വർഷത്തേന് പിൻവലിക്കുമ്പോൾ 600 618 കിട്ടുന്നത്. 3 വർഷത്തേനായിരുന്നു ഇത് പിൻവലിച്ചതെങ്കിൽ എത്ര പലിശയുടെ വ്യത്യാസം വരുന്ന ചോദ്യം. മക്കളെ, അപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, സിമ്പിൾ ഇൻട്രസ്റ്റ് ആദ്യ വർഷം 300 ആണ്, രണ്ടാമത്തെ വർഷം 300, മൂന്നാമത്തെ വർഷം 300 തന്നെ കിട്ടും അല്ലേ? കൂട്ടുപലിശ ആദ്യ വർഷം 300, രണ്ടാമത്തെ വർഷം 318. മൂന്നാമത്തെ വർഷത്തെ കൂട്ടുപലിശ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് മൂന്നാമത്തെ വർഷത്തെ കൂട്ടുപലിശ കാണുന്നത്? നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് കണക്ക് ചെയ്തത് ഓർക്കുന്നില്ലേ? ആദ്യത്തെ വർഷം 300, അടുത്ത വർഷം 308, പലിശ നിരക്ക് 6%. മൂന്നാമത്തെ വർഷത്തെ പലിശ കാണാൻ ഈ 318ൻ്റെ 6% കണ്ടുപിടിക്കണം ആദ്യം. അത് 318നോട് കൂട്ടുന്നതായിരിക്കും മൂന്നാമത്തെ വർഷത്തെ പലിശ. 318ൻ്റെ 6% കാണാൻ മക്കളെ 318ൻ്റെ 1% 3.18 ഇൻറ്റു 6 ചെയ്താൽ 6% കിട്ടും. 3.18 ഇൻറ്റു 6 നമുക്ക് 19.08 കിട്ടും. ഓക്കെ, അപ്പം മൂന്നാമത്തെ വർഷത്തെ പലിശ എന്ന് പറഞ്ഞാൽ 318 പ്ലസ് 19.08 ആണ്. ഇതാണ് മൂന്നാമത്തെ വർഷത്തെ പലിശ. ഓക്കെ, ഇനി നിങ്ങളൊന്നും കൂട്ടാനൊന്നും നിൽക്കണ്ട. നമുക്കറിയേണ്ടത് 3 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും നമ്മൾ വ്യത്യാസമല്ലേ? അപ്പം കൂട്ടുപലിശയിൽ എത്ര എമൗണ്ട് കൂടുതൽ വരും? ദേ ഇവിടെ 300 അല്ലേ, ഇവിടെ 318, അപ്പോൾ ഒരു 18 രൂപ കൂടുതൽ വരും. ഓക്കെ, പ്ലസ് വീണ്ടും ഇവിടെ 300 അല്ലേ, ഇവിടെ ഒരു 18 കൂടുതലുണ്ട്, 19.08 കൂടുതലുണ്ട്. സോ 18 പ്ലസ് 19.08 ഇതെല്ലാം കൂടെ കൂട്ടുന്നതായിരിക്കും മക്കളെ കൂടുതലായിട്ട് 3 വർഷം കൊണ്ട് കിട്ടുന്നത്. അതെത്രയാ? 18 പ്ലസ് 19.08 നമുക്ക് കിട്ടുന്നത് 55.08 കിട്ടുന്നത്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വന്ന ചോദ്യമാണ്. ചെയ്തത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേട്ടോ. 600 രൂപയാണ് 2 വർഷത്തെ സാധാരണ പലിശ. അപ്പോൾ ഒന്നാമത്തെ വർഷം 300ഉം രണ്ടാമത്തെ വർഷം 300ഉം ആയിരിക്കും. കാരണം എല്ലാ വർഷവും ഒരേ സാധാരണ പലിശയാണ് കിട്ടുന്നത്. 618 ആണ് 2 വർഷത്തെ കൂട്ടുപലിശ. അപ്പോൾ ആദ്യത്തെ വർഷം 300ഉം രണ്ടാമത്തെ വർഷം 318 ആയിരിക്കും. അതിൽ നിന്ന് പലിശ നിരക്ക് കാണാൻ 18 രൂപയാണ് കൂടുതൽ വന്നാൽ അത് 300 രൂപയുടെ എത്ര ശതമാനം നോക്കി? 6%. പലിശ നിരക്ക് 6% മനസ്സിലായി. 3 വർഷത്തേന് നിക്ഷേപിക്കുമ്പം ആദ്യത്തെ വർഷം 300, രണ്ടാമത്തെ വർഷം 300, മൂന്നാമത്തെ വർഷം 300 കിട്ടും സാധാരണ പലിശ. കൂട്ടുപലിശയാണെങ്കിൽ ആദ്യത്തെ വർഷം 300, രണ്ടാമത്തെ വർഷം 318 കിട്ടി. മൂന്നാമത്തെ വർഷത്തെ കാണാൻ 318ൻ്റെ 6% കണ്ടുപിടിച്ച് 318 കൂട്ടി എഴുതിയാൽ മതി. 318ൻ്റെ 1% 3.18 ആണ്. 6% 3.18 ഇൻറ്റു 6 അത് 19.08 കിട്ടും. ഇനി മൂന്നാമത്തെ വർഷത്തെ പലിശ 318 പ്ലസ് 19.08. നമുക്ക് എത്ര രൂപ കൂടുതൽ കിട്ടുന്നല്ലേ അറിയണ്ടേ? അപ്പോൾ ഇതാകെ 900 അല്ലേ? ഇവിടെ കൂടുതൽ വരുന്നത് ഈ 18ഉം ഈ 18ഉം ഈ 19.08 അത് മൂന്നും കൂടെ കൂട്ടി. സോ 55.08 കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം മക്കളെ. ഇതും കുറച്ച് നല്ല ചോദ്യമാണ്. ഇത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചേ നിങ്ങൾ. 2 വർഷത്തേക്ക് 10% സാധാരണ പലിശയിൽ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് 2 വർഷത്തേക്ക് കിട്ടുന്ന കൂട്ടുപലിശയും തുല്യം തന്നെയാണ്. എങ്ങനെയെങ്കിൽ കൂട്ടുപലിശ എത്ര ശതമാനം? ഇതേ ഈ മലയാളം ചോദ്യം ആയതുകൊണ്ട് കുറച്ച് ഇതിൻ്റെ ഗ്രാമറിന് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആണ് കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ളത്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴുള്ള മിസ്റ്റേക്കാണ്. അതായത് 2 വർഷത്തേക്ക് 10% സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് 2 വർഷത്തേക്ക് കിട്ടുന്ന കൂട്ടുപലിശയും സാധാരണ പലിശയും തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കൂട്ടുപലിശ എത്ര ശതമാനമാണെന്ന്, അതായത് ഒരു തുകയ്ക്ക് 2 വർഷത്തേക്ക് 10% സിമ്പിൾ ഇൻട്രസ്റ്റ് നിക്ഷേപിക്കുമ്പോൾ കിട്ടുന്ന പലിശയും എത്രയോ ശതമാനം നിരക്കിൽ കൂട്ടുപലിശയ്ക്ക് നിക്ഷേപിക്കുമ്പോൾ കിട്ടുന്ന പലിശയും സെയിം തന്നെയാണ്. എങ്കിൽ എത്രയാണ് ആ കൂട്ടുപലിശ എന്നാണ് ചോദ്യം. ഇത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം മക്കളെ. 10% നിരക്കിലെ ഒരു തുക എത്രയും ആകട്ടെ, പി ആണ് തുക എന്ന് വിചാരിച്ചു. പി ആണ് തുക, ഇതാണ് നമ്മുടെ തുക. 10% നിരക്കിൽ 2 വർഷത്തേക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് നിക്ഷേപിച്ചാൽ 2 × 10, അതായത്
21% പലിശ കിട്ടും നമുക്ക് മുതലിൻ്റെ. ആണോ? 10% പലിശ വെച്ച് 2 വർഷം കൊണ്ട് കിട്ടുന്നത് 21% പലിശയാണ്. മുതലിൻ്റെ 21% പലിശയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് നിക്ഷേപിക്കുമ്പോൾ നമുക്ക് 2 വർഷം കൊണ്ട് കിട്ടുന്നത്. ഇത് മനസ്സിലായോ? ആദ്യത്തെ വർഷം 10% പലിശ, രണ്ടാമത്തെ വർഷം 10%. 2 വർഷം കൊണ്ട് മുതലിൻ്റെ 21% പലിശ കിട്ടും അല്ലേ? അപ്പം നമുക്ക് ഏത് പലിശയ്ക്ക് നിക്ഷേപിച്ചാലാണ് മുതലിൻ്റെ 21% പലിശയാവുന്നത് കൂട്ടുപലിശയ്ക്ക് നിക്ഷേപിക്കുമ്പോൾ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ ഓപ്ഷനിൽ നിന്ന് തന്നെ എടുത്തങ്ങ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, 10% കൂട്ടുപലിശ എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആദ്യത്തെ വർഷം കിട്ടുന്നത് മുതലിൻ്റെ 10% പലിശ, രണ്ടാമത്തെ വർഷം കിട്ടുന്നത് 10%-ൻ്റെ 10% 1%, 11% പലിശ കിട്ടും. അങ്ങനെ 2 വർഷം കൊണ്ട് 21% പലിശയാവും. കണ്ടോ? അപ്പം പലിശ നിരക്ക് 10% ആണെങ്കിൽ ആദ്യത്തെ വർഷം 10% പലിശ കിട്ടും, രണ്ടാമത്തെ വർഷം 10%-ന് 10%, അതായത് 1% കൂടുതൽ കിട്ടും. 11%, മുതലിൻ്റെ 11% പലിശയായിരിക്കും രണ്ടാമത്തെ വർഷം കിട്ടുന്നത്. അപ്പോൾ 2 വർഷം കൊണ്ട് 21% പലിശയാവും. കണ്ടോ? ഇവിടെ 2 വർഷം കൊണ്ട് 21% പലിശ കിട്ടി, ഇവിടെ 2 വർഷം കൊണ്ട് 21% പലിശ കിട്ടി. അപ്പോൾ കൂട്ടുപലിശയായിട്ട് എടുക്കേണ്ടത് 10% എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഷോർട്ട് കട്ടായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. രാമു 6% പലിശ കിട്ടുന്ന ബാങ്കിൽ 10,000 രൂപ നിക്ഷേപിക്കുന്നു. 2 വർഷം കഴിഞ്ഞ് രാമുവിന് കിട്ടുന്ന കൂട്ടുപലിശ എത്ര? കൂട്ടുപലിശ കാണാനാണ്. 10,000 രൂപയാണ് നിക്ഷേപിക്കുന്നത്, 6% പലിശ നിരക്ക്, 2 വർഷം കൊണ്ട് കിട്ടുന്ന കൂട്ടുപലിശ കാണണം. മക്കളെ 1, 2, 1 എന്നെഴുതി, 1ൻ്റെ താഴെ 10,000 എഴുതി വെച്ചു. അതിൻ്റെ 6% 2ൻ്റെ താഴേക്ക് എഴുതണം. 1% 100 6% 600 അല്ലേ? അതിൻ്റെ 6% വീണ്ടും ഇങ്ങോട്ട് എഴുതണം. 1% 6 6% അല്ലേ മക്കളെ? താഴേക്ക് ഗുണിക്കണം. 1 × 10,000 10,000, 2 × 600 1200, 1 × 36 36. കണ്ടോ? ആകെ തിരിച്ച് കിട്ടുന്നത് കൂട്ടുപലിശയായിട്ട് എത്ര കിട്ടുന്ന ചോദ്യം, ഇത് കൂട്ടിയാൽ മതി അല്ലേ? 1236 രൂപയാണ് കൂട്ടുപലിശയായിട്ട് തിരിച്ച് കിട്ടുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 1236 രൂപ കൂട്ടുപലിശയായിട്ട് തിരിച്ച് കിട്ടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായി, വൃത്തിയായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മക്കളെ, പഠിത്തത്തിൽ ഉഷാറായിട്ട് മുന്നോട്ട് പോവുക. നമുക്ക് ചെറിയ ചെറിയ പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പഠിത്തത്തിനുണ്ടാകും. സോ ഇതൊക്കെ ഇല്ലാത്ത ഒരു ജീവിതം ആർക്കും ഇല്ല. നമ്മൾ ഹാർഡായിട്ട് വർക്ക് ചെയ്യുക. നമ്മുടെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ജോലി നേടാൻ ഒരു വാശിയായിട്ട് കരുതുക. അപ്പം നമുക്ക് കുറച്ചുകൂടെ ആർജവത്തോടെ പഠിക്കാൻ പറ്റും. നമ്മുടെ സമയമില്ലായ്മ, നമുക്ക് ഇഷ്ടംപോലെ സമയവും നമുക്കെല്ലാം അവൈലബിൾ ആണെങ്കിൽ നമ്മൾ പഠിക്കില്ല മക്കളെ. നമ്മൾ വേറെ പലതിൻ്റെയും പുറകെ പോകും. നമ്മുടെ ബുദ്ധിമുട്ടുകളാണ്, നമ്മുടെ ഇല്ലായ്മകളാണ്, നമ്മുടെ ദുരിതങ്ങളാണ് കൂടുതൽ പഠിക്കാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്, അല്ലെങ്കിൽ രക്ഷപ്പെടണം എന്ന ചിന്ത ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാ പ്രശ്നങ്ങളെയും നേരിട്ട് നല്ല ഒരു വിജയം കിട്ടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.